ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ ശനിയാഴ്ച വന്ന് ചുമ്മാ തൃശ്ശൂർ വരെ കറങ്ങാൻ പോകാൻ വെച്ചു. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകണമെന്ന് തന്നെ. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അപ്പുണ്ട്, പൊന്നുണ്ട്, ഉണ്ണികളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബസ്സിനാണ് പോയത്. അവിടെ നിന്ന് വാടാനപ്പള്ളി വരെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടെ നിന്ന് വേറെ ചേച്ചിയുടെ ഉണ്ണികളും കയറിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂർ എത്തിയിട്ട് പ്ലാൻ ചെയ്യാനായിരുന്നു. ഇടയ്ക്കെങ്കിലുമൊക്കെ തിരിയാമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ നമ്മുടെ ശക്തനിൽ പോയില്ല, നമ്മുടെ വടക്കുന്നാഥൻ്റെ ഗ്രൗണ്ടിൽ ഫുൾ കറങ്ങി നടക്കൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നടക്കും, കുറേ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, പിന്നെ നടക്കും, പിന്നെ കുറേ ഫോട്ടോ വീഡിയോ എടുക്കും. ഫുൾ അങ്ങനെയായിരുന്നു. ആകെ ഉപകാരം ഉണ്ടായതാണ് ഈ ആനനെ കണ്ടു കേട്ടോ. 2 ആനനെ കണ്ടു. ആനയുടെ കോട്ടയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആനേനൊക്കെ കുറേ നേരം നോക്കിയൊക്കെ നിന്ന് ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. കുറേ നേരം ആനനെ നോക്കിക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു. അത് പിന്നെ പതിവായി. ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഫൈനലി ഞങ്ങൾ തീരുമാനം എടുത്തു കേട്ടോ. ഫുഡ് അടിച്ചാലോ എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഫുഡ് അടിക്കാൻ ഒരു ഹോട്ടലിൽ ഫസ്റ്റ് കയറി. അവിടെ ചെന്നപ്പോൾ നോണും വെജും മിക്സ്ഡ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞപ്പോൾ അവിടെ നൈസായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സ്റ്റാൻഡിൻ്റെ അവിടെ പോയപ്പോൾ സ്റ്റാൻഡിലുള്ളവർ പറഞ്ഞു വേറൊരു ഹോട്ടലുണ്ട്, അവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയ്ക്ക് നമ്മുടെ ഇവിടെ വന്നു. നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് അതിൻ്റെ അടുത്തുള്ള വേറൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് അടിക്കാനൊക്കെ കയറിയത് കേട്ടോ. അത് അതിന് മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ. വെറും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെയായിരുന്നു ഉച്ച വരെ കേട്ടോ. നേരം പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എങ്ങോട്ടെങ്കിലും പോകാനായി. പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ച് ചിരിച്ചൊക്കെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. ജയ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. സൂപ്പർ കേട്ടോ. അവിടുത്തെ ആംബിയൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നടന്നു പോണ വഴിയിലൊക്കെ ഈ ടൈൽസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിലും അത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇരിക്കാനായാലും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴും നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡ് അടിയൊക്കെ നല്ലതായിരുന്നു. ഭയങ്കര റേറ്റ് ഒന്നുമില്ല, നമ്മൾക്കൊക്കെ പറ്റിയ ഫുഡും. ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. എല്ലാവർക്കും ബിരിയാണി കഴിക്കാനാണ് ഇൻട്രസ്റ്റ് ഉണ്ടായി. വേറെ വെറൈറ്റി ഒന്നും പരീക്ഷിക്കാൻ നിന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. സർലാസും അച്ചാറും ബിരിയാണിയും. പിന്നെ ഞങ്ങളെല്ലാവരും അതും അറ്റാക്ക് ചെയ്തു കേട്ടോ. ഉണ്ണികൾ ഇങ്ങനെ കഴിച്ചൊന്നുമില്ല. അവർ കുറച്ച് റൈസ് കഴിച്ചു. കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ അവരൊന്നും കഴിച്ചിട്ടില്ല ഇന്നലത്തെ ദിവസം. കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട്, ജ്യൂസ് പോലൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നും ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ഗ്രൗണ്ടിലേക്ക് പിന്നെയും വന്നു. അവിടെ നടത്താൻ തന്നെയായിരുന്നു കുറച്ച് നേരം. നെഹ്റു പാർക്കിൽ പോകാമെന്ന് വെച്ചു. ഉണ്ണികൾക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നെഹ്റു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ്. നെഹ്റു പാർക്കിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ പാർക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കളി തന്നെയായിരുന്നു കേട്ടോ. കൂടുതലും അവിടെ കുറേ സ്ലൈഡൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും അവർ സ്ലൈഡിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ഒരു സ്ഥലത്തുനിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ കളിച്ച് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേറെ സ്ലൈഡിൽ കയറി കളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയി. പിന്നെ ഊഞ്ഞാലാടി, അതുപോലെ തന്നെ സീസോ, പിന്നെ അങ്ങനെയുള്ള കുറേ ഉണ്ണികൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ബോറടിച്ചു തുടങ്ങി കുറേ. ഇപ്പോൾ ഭയങ്കര ബോറടിയായിരുന്നു. ഇവർ പോരുന്നേ ഇല്ല. ഇവർക്കൊക്കെ ശരിക്കും ഞാൻ എന്താ പറയുക, ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഗെയിം. ഇങ്ങനത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് അവിടെ തട്ടി ഇവിടെ തട്ടി എന്നൊക്കെ പറഞ്ഞ് വേദനയൊക്കെ ആയി. പൊന്നുവിൻ്റെ കാല് പൊട്ടി ഒരു സ്ലൈഡിൽ ഇതായിട്ട് അങ്ങനെ സിമെൻറ്റിൻ്റെ പോലത്തെ ആയിരുന്നു. അത് കാരണം നല്ല വേദന എടുത്ത് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞ് ഈ ബാലയായിരുന്നു ശരിക്കും. അവിടെ നിന്ന് തീരെ പോരാൻ സമ്മതിച്ചിട്ടില്ല അവൾ. ഒരു സ്ഥലത്ത് നിന്നാൽ അവിടെ നിന്ന് പോരേ ഉണ്ടായിരുന്നില്ല. ഇത് സീസോയിൽ കളിക്കണതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അതും ഇരുത്താനൊരു പേടി, വേറെ പിടിക്കണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങാനും വീണാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം 3 ആളൊക്കെ ഇരുത്തി. പിന്നെ ഊഞ്ഞാലൊക്കെ ആടി. അതും ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടുള്ളതാണ്. കാരണം വീഡിയോ ഫുള്ളായിട്ട് ഇടുമ്പോൾ ബോറടിക്കുമല്ലോ, അതുകൊണ്ട് സ്പീഡാക്കിയപ്പോൾ ഇങ്ങനെ ആയതാണ്. ഇത് കൊക്കാണെന്ന് തോന്നുന്നു. കൊക്കല്ല, സോറി കേട്ടോ, താറാവാണെന്ന് തോന്നുന്നു. അതുമ്മലും കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ച്. ഇത് മിഞ്ചു ആണ് കേട്ടോ, വേറെ ചേച്ചിയുടെ മോളാണ്. അതെ, ഇവർ നല്ല എൻജോയ് ചെയ്തു. തീരെ പോരാനായപ്പോൾ വിളിച്ചിട്ടൊന്നും പോരുന്നേ ഇല്ല. സുഖിച്ച് ഇരിക്കണമെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇപ്പോൾ അടുപ്പിച്ച് കുറച്ചായി ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകണോണ്ട് ഭയങ്കര ഇഷ്ടമായി. യാത്ര ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് അവർക്ക്. അതുപോലെ തന്നെ ബാല പോരാണ്ടിരിക്കണമൊക്കെ എല്ലാവരും വിളിച്ചു. അവൾ പോരുന്നേ ഇല്ല, അവളില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ടിരുന്നാണ് മഞ്ഞയിൽ. അവസാനം ഞങ്ങൾ ബസ് കയറി പോന്നു. ഇതൊക്കെ ഞങ്ങളവിടെ വെച്ചെടുത്ത ഫോട്ടോസാണേ. ടാറ്റാ ബൈ.